തിവാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 52-ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7ാമത്തെ ശ്ലോകം. വർഷാവധൗ നവപുരാതനവത്സപാലൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശഃ പ്രതിനവൻ മകുടാംഗദാദിഭൂഷാംശ്ചതുർഭുജയുജ സജലംബുദാഭൻ. നേരത്തെ പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ ബ്രഹ്മാവ് മറച്ചതായ സമയത്ത് ഭഗവാൻ തന്നെ ആ പശുക്കളുടെയും പശുക്കുട്ടികളുടെയും പശുപാലകന്മാരായ കുമാരന്മാരുടെയും ഒക്കെ രൂപം ധരിച്ചുകൊണ്ട് അങ്ങനെ കുറേ നേരം കാട്ടിൽ സഞ്ചരിച്ചതിന് ശേഷം അതാത് ഗൃഹത്തിലേക്ക് തന്നെ തിരിച്ചുപോയി അവരൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അമ്മയാണ് എന്ന്, സ്വന്തം പുത്രനാണ് എന്ന് വിചാരിച്ച് ഗോക്കളും രജസ്ത്രീകളും ഒക്കെ ഭഗവാനെ സ്വീകരിച്ചു, ലാളിച്ചു എന്ന് പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞു എന്നാണ്. ബലരാമനും ഒരു വർഷം അവസാനമായപ്പോഴേ അറിഞ്ഞുള്ളൂ, ഇത് മനസ്സിലാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി ആ വർഷാവസാനത്തിൽ എന്തേ ഉണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. വർഷാവധവും, വർഷത്തിൻ്റെ അവധിയിൽ, അവസാനത്തിൽ, ആ ഒരു കൊല്ലം കഴിഞ്ഞതായ സമയത്ത് വർഷാവധവും നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ, അവിടെ നവങ്ങളും പുരാതനങ്ങളുമായിട്ടുള്ള വത്സന്മാരും പാലകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടിട്ട്, ദൃഷ്ട്വാ കണ്ടിട്ട്, ആരെ കണ്ടിട്ട്? നവപുരാതന വത്സപാലാൻ, നവങ്ങളായിട്ടുള്ള പുതിയതായിട്ടുള്ള കുട്ടികൾ, അതുമാതിരി പുരാതനങ്ങളായ പണ്ടുണ്ടായിരുന്നതായിട്ടുള്ള പശുക്കുട്ടികൾ, പുതിയതായ പശുക്കുട്ടികളും പഴയതായിട്ടുള്ള പശുക്കുട്ടികളും, അതുമാതിരി പുതിയതായിട്ടുള്ള ഗോപാലബാലന്മാരും പുതിയതായ ഗോപാലന്മാരും. ഈ പഴയ ഗോപാലന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവങ്ങളായിട്ടുള്ള ഗോപാലബാലന്മാർ അല്ലെങ്കിൽ ഗോപന്മാർ, പശുക്കുട്ടികൾ എന്ന് പറയണത് ഭഗവാൻ നിർമ്മിച്ചതായിട്ടുള്ള ആ പശുക്കുട്ടികൾ, ഭഗവാന്റെ മായ കൊണ്ടുണ്ടായതായിട്ടുള്ള ആ പശുക്കുട്ടികളും, അതുമാതിരി ഭഗവാന്റെ മായ കൊണ്ടുണ്ടായതായിട്ടുള്ള ഗോപകുമാരന്മാരും, പുരാതനന്മാർ സ്വതവേ ഉണ്ടായിരുന്നതായ ബ്രഹ്മാവ് മറച്ചു വെച്ചതായിട്ടുള്ള പശുക്കുട്ടികളും ബ്രഹ്മാവ് മറച്ചു വെച്ചതായ ഗോപകുമാരന്മാരും. അപ്പം ഇത് രണ്ട് സംഘം ഒരേപോലെ കാണാറായി എന്നാണ്. ഈ പശുക്കുട്ടികളെ മേച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഗോപാലബാലന്മാരെ രണ്ട് ദിക്കിലായിട്ട് ബ്രഹ്മാവ് കണ്ടു എന്നാണ് പറയണത്. നവപുരാതന വത്സപാലാൻ, വത്സന്മാരെയും പാലകന്മാരെയും ഗോപകുമാരന്മാരെയും, അവയെ പാലിക്കുന്നതായിട്ടുള്ള പശുക്കുട്ടികളെ പാലിക്കുന്നതായിട്ടുള്ള ഗോപകുമാരന്മാരെയും, നവപുരാതനങ്ങളായിട്ടുള്ള, നവങ്ങളായും പുരാതനങ്ങളും, നവങ്ങൾ പുതിയവ, പുരാതനങ്ങൾ പണ്ടുള്ളവ, അതായത് സ്വതവേ ഉണ്ടായിരുന്നവ എന്നർത്ഥം. അങ്ങനെ രണ്ട് സംഘത്തിനെ കാണാറായി എന്നാണ്. പുരാതന വത്സപാലാൻ ദൃഷ്ട്വാ, അങ്ങനെ കണ്ടിട്ട് വിവേകമസൃണേ ജുഹിണേ വിമൂഢേ, വിവേകമസൃണേ, വിവേകം ഇല്ലാണ്ടായി തീർന്നു, വിവേകം നശിച്ചു. വിവേകത്തിനെ സംബന്ധിച്ചിടത്തോളം മസൃണമായി, അതായത് വളരെ മൃദുലമായി തീർന്നു. വിവേകം ഇല്ലാതെ കണ്ടായി, ശക്തി ഇല്ലാതെ കണ്ടായി. തിരിച്ചറിയാനുള്ളതായിട്ടുള്ള ശക്തി ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത്, എങ്ങനെയാണ് ഈ രണ്ടെണ്ണം വന്നത്, രണ്ട് കൂട്ടം വന്നത്, ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, താൻ മറച്ചു വെച്ചത് ഏതാണ്, പുതിയതായിട്ട് വന്നത് ഏതാണ് എന്നുള്ളത് വിവേകമസൃണേ, വിവേകം തിരിച്ചറിയാനായിട്ട് കഴിവില്ലാതെ വിമൂഢേ, വിമൂഢനായി തീർന്നു. ആര്? ബ്രഹ്മാവ്. ദ്രുഹിണേ, ദ്രുഹിണൻ ബ്രഹ്മാവ്. ദ്രുഹിണ വെച്ചാൽ ബ്രഹ്മാവ് എന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ പര്യായാണ് ദ്രുഹിണ എന്ന്. ദ്രുഹിണേ വിമൂഢേ, അപ്രകാരം ബ്രഹ്മാവ് വിമൂഢനായി തീർന്നപ്പോൾ മൂഢത സംഭവിച്ചു, മോഹം ഉണ്ടായി എന്നാണ്. വിവരമില്ലായ, അറിവില്ലായ്മ ഉണ്ടായി, മൂഢനായി തീർന്നു, മോഹിതനായി തീർന്നു ബ്രഹ്മാവ്. അങ്ങനെ മോഹിതനായി തീർന്നപ്പോൾ പ്രാദീദൃശ, അപ്പോൾ ഒന്നും കൂടി കാണിച്ചു കൊടുത്തു എന്നാണ്. പ്രാദീദൃശ കാണിച്ചു കൊടുത്തു. ആരൊക്കെ? ബ്രഹ്മാവിനങ്ങ് പിന്നീടും കാണിച്ചു കൊടുത്തു. പ്രാദീദൃശ പ്രതിനവാൻ, വളരെ പുതിയതായിട്ട്, പ്രതിനവാൻ അപ്പം ഉണ്ടായതായിട്ട്, ആദ്യം കണ്ടത് രണ്ട് സെറ്റായിട്ട് കണ്ടു, ഇപ്പോൾ പുതിയതായിട്ട് വേറൊരു സെറ്റും കൂടിയും കണ്ടു എന്നാണ്.
എങ്ങനെയായിരുന്നു അത്? പ്രതിനവാൻ വളരെ പുതിയതായിട്ടുള്ള പ്രതിനവാൻ മകുട അംഗദാദിഭൂഷാം ചതുർഭുജയുജ മകുട അംഗദാദിഭൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ പുതിയതായിട്ടുള്ള വത്സന്മാരെയും ഗോപകുമാരന്മാരെയും കണ്ടു എന്നാണ്. അവിടെ പശുക്കുട്ടികളെയും ഗോപന്മാരെയും തന്നെയാണ് കണ്ടത്. എങ്ങനെയാണ് കണ്ടത്? മകുടാംഗദാദിഭൂഷാൻ, മകുടം കിരീടം, അംഗദം തോൾവള അങ്ങനെ മകുടം അംഗദം തുടങ്ങിയവ ധരിച്ചുകൊണ്ടും മകുടാംഗദാദിഭൂഷാൻ അങ്ങനെയുള്ളതായിട്ടുള്ള ഭൂഷകൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ ഉള്ളവരായിട്ടും ഭൂഷാൻ ചതുർഭുജയുജ 4 കൈകളും, അതായത് പശുക്കൾക്കും പശുക്കുട്ടികൾക്കും ഒക്കെ 4 കൈകളുണ്ട്. അവിടെയൊക്കെ കിരീടമുണ്ട്. എല്ലാവരുടെ കയ്യിലും തോൾവള തുടങ്ങിയതായിട്ടുള്ള ആഭരണങ്ങൾ, വനമാല, തോൾവള മാത്രമേ, കിരീടം തോൾവള എന്ന് മാത്രമേ എടുത്തു പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ അലങ്കാര വിശേഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പശുക്കളെയും പശുക്കുട്ടികളെയും അല്ലെങ്കിൽ പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും കണ്ടു. അങ്ങനെ കാണിച്ചു കൊടുത്തു ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നാണ്. പ്രാതീദൃശ പ്രതിനവൻ വളരെ പുതിയതായിട്ട് അപ്പോൾ തന്നെ കാണപ്പെട്ടതായിട്ടുള്ള മകുട അംഗദാദിഭൂഷാൻ, മകുടം അംഗദം തോൾവള, കിരീടം തോൾവള തുടങ്ങിയതായിട്ടുള്ള വിഭൂഷകൾ ധരിച്ചവരും, ചതുർഭുജയുജ 4 ഭുജങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരും, യുക്കുകളെ കൂടി ചേർന്നവർ, 4 ഭുജങ്ങളോട് ചേർന്നവരും ഭുജങ്ങളുള്ളവരും, സജലാംബുദാഭാൻ സജലമായ അമ്പുദത്തിൻ്റെ ആഭയോടു കൂടിയവരും, സജലം വെള്ളമുള്ളതായ, ധാരാളം വെള്ളമുള്ളതായിട്ടുള്ള അമ്പുദം മേഘം, അതായത് വറ്റി വരേണ്ട മേഘമല്ല, നല്ല ധാരാളം ജലമുള്ളതായിട്ടുള്ള കറുത്തിരുണ്ട മേഘം എന്ന് സാരം. സജല അമ്പുദാഭാൻ അങ്ങനെയുള്ള സജലമായ അമ്പുദം മേഘം, ആ അമ്പുദത്തിൻ്റെ ശോഭയോടുകൂടിയവരുമായി ഈ പശുപാലകന്മാരെയും പശുപാലകന്മാരായിട്ടുള്ള ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും അങ്ങ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നാണ്. ആദ്യം 2 സെറ്റായിട്ട് പഴയതും പുതിയതുമായിട്ടുള്ള 2 ഗോപകുമാരന്മാരുടെയും പശുക്കുട്ടികളുടെയും സംഘങ്ങളെ കാണിച്ചു കൊടുത്തു. പിന്നെ എന്താണ് ഉണ്ടായത്? വീണ്ടും നവമായിട്ടുള്ള ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും കാണിച്ചു കൊടുത്തു. എങ്ങനെയായിരുന്നു? പ്രതിനവാൻ വളരെ പുതിയതായിട്ട്, പ്രതിനവാൻ മകുട അംഗദാദിഭൂഷാൻ, മകുടം അംഗദം തുടങ്ങിയതായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചവരും, ചതുർഭുജയുജ 4 കരങ്ങളോടുകൂടിയവരും, സജലാംബുദാഭാൻ വെള്ളം ധാരാളമുള്ളതായ, അതായത് വർഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള നല്ല കറുത്തിരുണ്ടതായിട്ടുള്ള മേഘത്തിൻ്റെ ആഭയോടുകൂടിയവരും ശോഭയോടുകൂടിയവരുമായിട്ടുള്ള പശുക്കളെയും പശുക്കുട്ടികളെയും ഗോപാലബാലകന്മാരെയും അദ്ദേഹം അങ്ങ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നാണ് ആ ശ്ലോകം. പ്രത്യേകമേവ കമലാപരിലാളിതാംഗൻ ഭോഗീന്ദ്രഭോഗശയനൻ നയനാഭിരാമൻ ലീലാനിമീലിതദൃശ സനകാദിയോഗിവ്യാസേവിതൻ കമലഭൂർഭവതോ ദദർശ. പിന്നെയും കാണിച്ചു കൊടുക്കാൻ തുടങ്ങി എന്നാണ്. എന്താണ്? ഭവതഃ ദദർശ, അങ്ങയെ കാണിച്ചു കണ്ടു. അങ്ങയെ എന്ന ഒരാളായിട്ടല്ല, ഭവാന്മാരെ, ഭവതഃ എന്നുള്ളത് ബഹുവചനായിട്ടാണ്. അപ്പോൾ ഭവാന്മാരെ, അങ്ങയെ പോലെയുള്ളതായിട്ടുള്ള അനവധി പേര്, അനവധി ഭഗവാന്മാരെ, അനവധി കുമാരന്മാരെ, പശുക്കുട്ടികളെയും കണ്ടു എന്നാണ്. എങ്ങനെയുള്ളവരാണ് എന്നാണ്. ആദ്യം 2 സെറ്റായിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ ഈ ചതുർഭുജം തുടങ്ങിയ ആഭരണ വിശേഷങ്ങളോടുകൂടി കരിമേഘത്തിൻ്റെ ആഭയോടുകൂടിയുള്ളതായിട്ടുള്ള ഗോപാന്മാരെയും ഗോപാലബാലന്മാരെയും കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി ഇപ്പം കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? അനന്തശയനമൂർത്തിയായിട്ടുള്ള ഭഗവാന്മാരെയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നാണ്. പ്രത്യേകം ഓരോരുത്തരും പ്രത്യേകമായിട്ട് പ്രത്യേകമേവ കമലാപരിലാളിതാങ്കാൻ എല്ലാവരെയും ലക്ഷ്മി ഭഗവതി അങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിലാളിതമായ അംഗങ്ങളോടുകൂടിയ ലക്ഷ്മി ഭഗവതി ഇങ്ങനെ ഓരോരോ അവയവങ്ങളിൽ തലോടി കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. പ്രത്യേകമേവ കമലാപരിലാളിതാങ്കാൻ, കമലയാൽ ലക്ഷ്മി ഭഗവതിയാൽ പ്രത്യേകം പരിലാളിക്കപ്പെട്ട അവയവത്തോടു കൂടിയവരും ഭോഗീന്ദ്ര ഭോഗശയനാൻ എല്ലാവരും
ആ ഭോഗീന്ദ്രൻ്റെ ഭോഗത്തിൽ, ഭോഗീന്ദ്രൻ ശേഷൻ, ആദിശേഷൻ, ആ ആദിശേഷൻ്റെ ഭോഗികളുടെ ഭോഗി എന്ന് പറഞ്ഞാൽ പാമ്പിനെ ആണ്, സർപ്പത്തിനെയാണ് ഭോഗി എന്ന് പറയുന്നത്. ആ ഭോഗീന്ദ്രൻ ആദിശേഷൻ, ആ ഭോഗികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളത് ആദിശേഷൻ. ആ ആദിശേഷൻ്റെ ഭോഗം ശരീരം, ഭോഗീന്ദ്രൻ്റെ ആദിശേഷൻ്റെ ഭോഗത്തിൽ, ശരീരത്തിൽ ശയിക്കുന്നവനും, ഭോഗീന്ദ്ര ഭോഗ ശയനാൻ, ശയിക്കുന്നവരും, നയനാഭിരാമൻ, നയനങ്ങൾക്ക് വളരെ മനോഹരനായിട്ടുള്ളവനും, മനോഹരന്മാരായിട്ട് ഒക്കെ ബഹുവചനാണ്. അനവധി ആളുകളെ കണ്ടു. അങ്ങനെ തന്നെ അനന്തശയനത്തിൽ ആ രൂപത്തിൽ അനവധി പേരെ കണ്ടു. അനവധി ഗോപന്മാരെയും ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ ഒക്കെ ബഹുവചനായിട്ടാണ്. നയനാഭിരാമൻ ലീലാനിമീലിത ദൃശ, ലീലയായിട്ട് നിമീലിതമായ അടഞ്ഞ കണ്ണുകളോടുകൂടി, അതായത് ആദിശേഷൻ്റെ ആ പ്രളയാവസ്ഥയിൽ അതെങ്ങനെയാണ് വെച്ചാൽ കണ്ണുകൾ അടഞ്ഞുകൊണ്ടാണ്. അവിടെ നിദ്രാവിമുദ്രിതമായിട്ടുള്ളതാണ് ഭഗവാന്റെ ആ സമയത്തെ കണ്ണുകൾ. അപ്പം അങ്ങനെ ആ നിദ്രയിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള അനന്തശയനത്തിൽ ശയിക്കുന്നതായിട്ടുള്ള ഭഗവാനെയാണ് പിന്നെ കണ്ടത്. ആ അനന്തശയന രൂപിയായിട്ടുള്ള ഭഗവാന്മാരെ അനവധി പേരെ എങ്ങനെ കണ്ടു എന്നാണ്. ഭോഗീന്ദ്ര ഭോഗ ശയനാൻ, ഭോഗീന്ദ്രൻ്റെ ഭോഗത്തിൽ, ശരീരത്തിൽ ശയിക്കുന്നവരും, നയനാഭിരാമൻ, നയനങ്ങൾക്ക് അഭിരാമന്മാരും അതേ മനോഹരന്മാരും, ലീലാനിമീലിത ദൃശ, ലീലയാ നിമീലിതമായ അടയ്ക്കപ്പെട്ടതായ കണ്ണുകളോടുകൂടിയവരും, സനകാദി യോഗിവ്യാസേവിതൻ, സനകാദികളായിട്ടുള്ള യോഗികൾ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ധാരതൻ തുടങ്ങിയതായിട്ടുള്ള യോഗിശ്രേഷ്ഠന്മാർ, മഹർഷിവര്യന്മാർ, ആ മഹർഷി വര്യന്മാരാൽ പരിസേവിതന്മാരായിട്ട്, സേവിക്കപ്പെട്ടവരായിട്ട്, സനകാദി യോഗി വ്യാസേവിതാൻ, അവരാൽ സേവിക്കപ്പെട്ടവരായിട്ട്, കമലഭൂർഭവതോ ദദർശ, അങ്ങനെയുള്ളതായിട്ടുള്ള ഭവതഃ, അങ്ങയെപ്പോലെ, ഭവാന്മാരെ എന്ന് ഭവതഃ, ഭവാൻ, ഭവന്തൗ, ഭവന്തഃ എന്നുള്ളതിൻ്റെ ദ്വിതീയ ബഹുവചനാണ് ഭവതഃ എന്നുള്ളത്. അപ്പോൾ ഭവാന്മാരെ എന്നർത്ഥം. ഭവാന്മാരെ കണ്ടു, ദദർശ കണ്ടു. ആര്? കമലഭൂഹു, കമലത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ബ്രഹ്മാവ്. അങ്ങനെ അനവധി അനന്തശയനത്തിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള അനവധി ഭവാന്മാരെ കണ്ടു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. പ്രത്യേകവും പ്രത്യേകമായി തന്നെ കമലാപരിലാളിതാംഗൻ, ലക്ഷ്മീ ഭഗവതിയാൽ പരിലാളിതമായ, ലാളിക്കപ്പെട്ടതായ അംഗങ്ങളോടുകൂടിയവരും അവയവങ്ങളോടുകൂടിയവരും, ഭോഗീന്ദ്ര ഭോഗശയനൻ, ഭോഗീന്ദ്രൻ്റെ ആദിശേഷൻ്റെ ഭോഗത്തിൽ എല്ലാവരും ഓരോരോ ഭോഗീന്ദ്രന്മാരെ കാണാനുണ്ട്. അങ്ങനെ ആ ഭോഗീന്ദ്രന്മാരുടെ എല്ലാം ഭോഗത്തിൽ, ശരീരത്തിൽ ഭഗവാൻ ശയിക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നീട് കണ്ടത് എന്നാണ്. ഭോഗീന്ദ്ര ഭോഗശയനൻ, ഭോഗീന്ദ്രൻ്റെ ഭോഗത്തിൽ ശയിക്കുന്നവരും, നയനാഭിരാമൻ, നയനങ്ങൾക്ക് അഭിരാമന്മാരായിട്ടുള്ളവരും മനോഹരന്മാരായിട്ടുള്ളവരും, ലീലാനിമീലിത സഹ, ലീലയാ നിമീലിതമായിട്ടുള്ള നേത്രങ്ങളോടുകൂടിയവരായിട്ടും, അങ്ങനെ ആദിശേഷൻ്റെ മുകളിൽ ശയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്മാരെ കമലഭൂഹു ദദർശ, സനകാദി യോഗി വ്യാസേവിതാൻ, സനകൻ, സനന്ദൻ തുടങ്ങിയതായിട്ടുള്ള യോഗി ശ്രേഷ്ഠന്മാരാൽ സേവിക്കപ്പെടുന്നവരുമായിട്ടുള്ള ഓരോ ദിക്കിലുണ്ട് ഈ മഹർഷിമാരൊക്കെ എന്നാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ വിവിധ രൂപങ്ങളെ കമലഭൂഹു ബ്രഹ്മാവ് കണ്ടു എന്ന്. ശ്ലോകം 2 ഒന്നുകൂടി ചെല്ലാം. വർഷാവധൗ നവപുരാതനവത്സപാലൻ ദൃഷ്ട്വാ വിവേകമസൃണേ രുഹിണേ വിമൂഢേ പ്രാരീദൃശ പ്രതിനവൻ മകുടാംഗദാരിഭൂഷാം ചതുർഭുജയുജ സജലംബുധാഭൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പുത്തൻ പഴേതു പശുവാദ്യകുമാരകന്മാർ കൊല്ലാവസാനമതു കണ്ടു വലഞ്ഞുധാതാ. അപ്പോൾ ഭവാൻ പുതിയ കൂട്ടരെ 4 കൈയും നീലാഭമേനിയൊടു ഭൂഷയുമായി കാട്ടി. പ്രത്യേകമേവ കമലാവലിലാളിതാംഗൻ ഭോഗീന്ദ്രഭോഗശയനൻ നയനാഭിരാമൻ ലീലാനിമീലിതദൃശ സനകാദിയോഗിവ്യാസേവിതൻ കമലഭൂർഭവതോ ദദർശ. കൃഷ്ണാർപ്പണം.
മലയാള പരിഭാഷ. വെവ്വേറെ ഇന്ദിര തലോടി സുഖിച്ച മേനി ശേഷന്റെ മേലെ വിലസം നയനാഭിരാമർ കണ്ണങ്ങടച്ചു സനകർ പരിസേവ ചെയ്തും കണ്ടിട്ടു നിന്നെ കമലോദ്ഭവനും പകച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.